അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ ഫലമായിട്ട് പുള്ളിക്കാരി അതിന്റെ നിലപാടിലേക്ക് അങ്ങ് ചെറിയ ഒരു മാറ്റം അങ്ങ് വരുത്തി. എഴുത്തിലൊക്കെ മാറ്റുന്ന പോലെ ചെറുതായിട്ട് തുടച്ചങ്ങ് മാറ്റിയപ്പോൾ വന്നത് ഉദ്ദേശിച്ചത് മാനസമിത്രം ഗുളിക ചേർത്ത ദ്രാക്ഷാദി കഷായം ന്യായീകരണവുമായി KR മീര. പുള്ളിക്കാരി ഇതാണ് പിന്നീട് അതിനെ അങ്ങോട്ട് വളച്ചൊടിച്ചോണ്ട്, ഇവർക്ക് അറിയാലോ എഴുത്തുകാരാണല്ലോ, അപ്പോൾ തുടച്ചു മാറ്റാൻ പറഞ്ഞൊരു കാര്യത്തെ തുടച്ചു മാറ്റാൻ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അങ്ങനെ അവർ തുടച്ചു മാറ്റിന്റെ ഫലമായിട്ട് അവർ ആ പ്രസ്താവന അങ്ങ് തള്ളി. എന്നാലും കേരളത്തിലെ പയ്യന്മാർ വിടുവോ? നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെ ഇരിക്കുമ്പോൾ അതിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനത്തെ താളം വിട്ടിട്ട് പോകാൻ ഇവർക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ രാഹുൽ ഈശ്വർ എടുത്തിട്ട് കുടഞ്ഞതിന്റെ ഫലമായിട്ട് പുള്ളിക്കാരി അങ്ങ് പ്രസ്താവന മാറ്റി. പക്ഷേ രാഹുൽ ഈശ്വർ അതിനെ പിടിച്ചു. രാഹുൽ ഈശ്വർ പിടിച്ചുകൊണ്ട് എന്താ ചെയ്തത്? മെൻസ് കമ്മീഷന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ KR മീരയ്ക്കെതിരെ ഒരു പരാതി എങ്ങും കൊടുത്തു. KR മീര ഇപ്പൊ മൂഞ്ചി. അതായത് ഹണിറോസിന് പറ്റിയ അവസ്ഥ പോലെ, ഹണിറോസ് ചെയ്ത പോലെ തന്നെ KR മീര അതിനിടെ കയറി വന്നിട്ട് ഡയലോഗ് അടിക്കാൻ വന്നതാണ്. ഇതുപോലെ നമ്മുടെ കമാൽ പാഷ അണ്ണം പറയുന്ന പോലെ കേട്ടിട്ടൊക്കെ വന്ന് ഡയലോഗ് അടിക്കാൻ വന്നതാണ്. പക്ഷേ ഏറ്റില്ല, കലങ്ങിയില്ല എന്ന്